ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായതോടെ നാടുകടത്തപ്പെടുന്ന വാർത്തകൾ നിരവധി പുറത്തു വരുന്നുണ്ട്. നിരവധി പേരെ US നിന്ന് നാടുകടത്തുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നാൽ US ഇക്കാര്യത്തിൽ ചർച്ചയാകുമ്പോൾ കാനഡയും അതേ പാത പിന്തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ആളുകളെ കാനഡ നാടുകടത്തുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. 2024 നവംബർ 19 ആയപ്പോഴേക്കും ഏകദേശം 7300 പേരെ രാജ്യത്തിന് പുറത്തേക്ക് അയച്ചെന്നാണ് റിപ്പോർട്ട്. ഇത് മുൻ വർഷത്തേക്കാൾ 8.4% കൂടുതലാണ്. വലിയൊരു സംഖ്യയിലുള്ള അഭയാർത്ഥി അവകാശവാദങ്ങളും കാനഡയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ കാത്തിരിക്കുന്ന കൂടുതൽ ആളുകളെയും കൈകാര്യം ചെയ്യാനുള്ള പദ്ധതികൾ സർക്കാർ കൈക്കൊണ്ടുവരികയാണ്. ഇതിന്റെ ഫലമായാണ് നാടുകടത്തൽ വർദ്ധിക്കുന്നത്. 2024 ജനുവരി മുതൽ നവംബർ വരെ കാനഡയിൽ നിന്ന് 7300 വ്യക്തികളെ നാടുകടത്തിയെന്നാണ് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 അപേക്ഷിച്ച് ഇത് കൂടുതലാണ്. 2022 അപേക്ഷിച്ച് ഇരട്ടിയുമാണ്. കാനഡ ബോർഡർ സർവീസ് ഏജൻസി 2024 മുഴുവൻ കണക്കും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 2024 അവസാനത്തോടെ കൂടുതൽ ആളുകളെ നാടുകടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. 2024 ഡിസംബറോടെ ഏകദേശം 4,85,359 പേരെ നാടുകടത്തലിനായി പരിഗണിച്ചിരുന്നു. ഒൻറ്റാറിയോയിൽ നിന്ന് 1,20,273, ക്യൂബെക്കിൽ 1,97,029, മറ്റൊരു മേഖലയിൽ നിന്ന് 1,23,000 പേർ എന്നിങ്ങനെയാണ് കണക്കുകൾ. നാടുകടത്തപ്പെടുന്നവരിൽ ഭൂരിഭാഗവും, അതായത് ഏകദേശം 79% പേരും അഭയാർത്ഥി അവകാശവാദങ്ങൾ നിരസിക്കപ്പെട്ടവരാണ്. 2023 75%, 2022 66%ആയിരുന്ന ഈ സംഖ്യ ഇപ്പോൾ വർദ്ധിച്ചു. നാടുകടത്തലിനുള്ള മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്നതോ കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നതോ ആയവർ, ക്രിമിനൽ ശിക്ഷകൾ നേരിടുന്നവർ എന്നിങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതലായും നാടുകടത്തപ്പെടുന്നത്. കൂടുതൽ ആളുകൾ അഭയത്തിനായി അപേക്ഷിക്കുന്നതിനാൽ നാടുകടത്തലുകൾ വർദ്ധിച്ചു വരികയാണെന്ന് കാനഡ ബോർഡർ സർവീസസ് ഏജൻസി വക്താവ് ലൂക്ക് റീമർ പറഞ്ഞു. കാനഡയിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് നാടുകടത്തലിലെ വർധനവിന് ഒരു കാരണം. പ്രത്യേകിച്ച് ടൊറന്റോ, വാൻകൂവർ പോലുള്ള വലിയ നഗരങ്ങളിലെ ഭവനക്ഷാമത്തെക്കുറിച്ചാണ് പലരും ആശങ്ക ഉണ്ടാകുന്നത്. താൽക്കാലിക തൊഴിലാളികളും സ്ഥിരതാമസക്കാരും ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഭവന പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്നുവെന്ന് ചില വിമർശകർ വിശ്വസിക്കുന്നുണ്ട്. ഈ ആശങ്കകൾ നേരിടാൻ കനേഡിയൻ സർക്കാർ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിൽ കൂടുതൽ പണം ചെലവഴിച്ചു. 2023-24 കാനഡ ബോർഡർ സർവീസസ് ഏജൻസി നാടുകടത്തലിനായി $65.8 മില്യൺ ചെലവഴിച്ചു. 2027 വരെ ഈ ശ്രമങ്ങൾ തുടരുന്നതിന് $30.5 മില്യൺ കൂടി നീക്കിവെച്ചിട്ടുണ്ട്. ഒൻറ്റാറിയോയിലും ക്യൂബെക്കിലുമാണ് മിക്ക നാടുകടത്തൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാനഡയിലെ മൊത്തം നാടുകടത്തലിന്റെ 60% ഈ പ്രവിശ്യകളിലാണ്. നിയമപരമായ പ്രശ്നങ്ങളോ സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് യാത്രാരേഖകൾ ലഭിക്കുന്നതിലെ ചില പ്രശ്നങ്ങളോ കാരണം ചില ആളുകൾ അനിശ്ചിതത്വത്തിലാണ്. നിലവിൽ ഏകദേശം 21,000 പേരെ ഈ കാരണങ്ങളാൽ നാടുകടത്താൻ കഴിയില്ല. നാടുകടത്തലിനായി കാനഡ ബോർഡർ സർവീസസ് ഏജൻസി കൂടുതൽ പണം സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നത് ഇപ്പോഴും പരിമിതികളുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഉയർന്ന കുടിയേറ്റ ജനസംഖ്യയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം കാനഡയിൽ താമസിക്കാൻ അനുവദിക്കുന്ന പുതിയ കുടിയേറ്റക്കാരുടെ എണ്ണം സർക്കാർ കുറയ്ക്കുകയാണ്. ജൂലൈ 2024 19,821 ക്ലെയിമുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2025 ജനുവരിയിൽ 11,838 ക്ലെയിമുകളും. ഇത് സൂചിപ്പിക്കുന്നത് കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ പ്രവർത്തിക്കുന്നുള്ളതാണ്. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാനഡയിൽ ഇപ്പോഴും 2,78,000-ലധികം അഭയാർത്ഥി ക്ലെയിമുകൾ തീർപ്പാക്കാനുണ്ട്. അതായത് ഇമിഗ്രേഷൻ സംവിധാനം ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. വലിയ ഇമിഗ്രേഷൻ വെല്ലുവിളികളുടെ ഒരു ഭാഗം മാത്രമാണ് ഈ നാടുകടത്തൽ. 2027 വരെ നാടുകടത്തലിനായി കൂടുതൽ പണം ചെലവഴിക്കാൻ കാനഡ പദ്ധതിയിടുന്നുണ്ട്. അതായത് കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നതിൽ സർക്കാർ തുടർന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കും. പ്രത്യേകിച്ച് അഭയാർത്ഥി അവകാശവാദങ്ങൾ നിരസിക്കപ്പെട്ടവരെ. അതിർത്തി സുരക്ഷ കർശനമാക്കാൻ അമേരിക്ക കാനഡയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇത് ഭാവിയിൽ കർശനമായ കുടിയേറ്റ നിയമങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നാണ് സൂചന. സർക്കാരിന്റെ ഈ നടപടികൾ ജനങ്ങൾക്ക് ഈ സംവിധാനത്തിൽ കൂടുതൽ ആത്മവിശ്വാസം തോന്നിപ്പിക്കുമോ അതോ കനേഡിയന്മാർക്കിടയിൽ കൂടുതൽ ഭിന്നതയ്ക്ക് കാരണമാകുമോ എന്ന് വ്യക്തമല്ല.